إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കണമെന്നും ഈമാനോടെ തഖ്വയോടെ ജീവിത അവസാനം വരെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്നും സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ ശരീരവും ആത്മാവും കൂടിച്ചേർന്ന ഒരു സൃഷ്ടിയാണ്. ശരീരവും ആത്മാവുമാണ് മനുഷ്യൻ. ആത്മപ്രധാനിയുമാണ്. ശരീരത്തേക്കാൾ പ്രാധാന്യം ആത്മാവിനാണ്. കാരണം ശരീരം എത്ര ബലമുള്ള ശരീരമാണെങ്കിലും ആരോഗ്യമുള്ള ശരീരമാണെങ്കിലും റൂഹിന് അതിൻ്റെ സമയമായാൽ ആ ശരീരത്തിൽ നിന്ന് അത് എടുക്കപ്പെടും. അതോടുകൂടി എത്ര ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഉടമയാണെങ്കിലും അവൻ മരണപ്പെടും. ഒരാൾ നിൽക്കുന്ന സമയത്താണ് റൂഹ് എടുക്കുന്നതെങ്കിൽ, നടക്കുന്ന സമയത്താണ് റൂഹ് എടുക്കുന്നതെങ്കിൽ അയാൾ കുഴഞ്ഞു വീണ് മരിക്കും. ശരീരം തളരും, ശരീരം കുഴഞ്ഞു പോകും. അങ്ങനെയാണ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത്. മനുഷ്യൻ പൊതുവെ ശരീരത്തിന് ബലം കൂട്ടുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന് ബലം കൂട്ടാൻ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനുഷ്യൻ കൂടുതൽ പരിശ്രമിക്കുകയാണ്. ശരീരം എത്ര ബലമുള്ളതാക്കി മാറ്റിയാലും റൂഹിൻ്റെ സമയമായാൽ ആ ശരീരം ദുർബലമായി മാറും. നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇപ്പോൾ ഉള്ള റൂഹാണ്. റൂഹുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതും നിങ്ങൾ അവിടെ ഇരിക്കുന്നതും. റൂഹുള്ളത് കൊണ്ടാണ്. ഒരു മരിച്ച മയ്യത്ത് നിങ്ങൾ നോക്കൂ. ആ മരിച്ച മയ്യത്തിൻ്റെ കണ്ണും കാതും മൂക്കും കൈയും കാലും എല്ലാം അവിടെയുണ്ട്. പക്ഷേ ആ മയ്യത്ത് ആർക്ക് എത്ര പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിലും പിന്നെ അതെത്രയും പെട്ടെന്ന് മണ്ണിൻ്റെ ചുവട്ടിലാക്കപ്പെടും. എത്ര ആർക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും കയ്യും കാലും കണ്ണും മൂക്കും ആ ശരീരം അവിടെയുണ്ട്. പക്ഷെ എന്തോ കാണാത്ത ഒന്നാണ് അവനിൽ നിന്നും പോയത്.
കാണാത്തൊരു സംഗതിയാണ് പോയത്. അത് പോയപ്പോൾ ഈ കാണുന്നത് ഉണ്ടായതുകൊണ്ട് കൂടി പ്രയോജനവും ഇല്ലാതെയായിപ്പോയി. സഹോദരങ്ങളെ, റൂഹ്, അതിനെക്കുറിച്ചുള്ള പഠനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് നൽകിയ വഹിയിലൂടെയുമുള്ള കാര്യം എന്താണോ അതേ നമുക്കറിയൂ. പക്ഷേ അതറിയണം. ആ അറിയിച്ചു തന്ന കാര്യങ്ങൾ അറിയണം. അതെന്തിനാണ്? ആത്മാവിന് ബലം കൂട്ടാനാണ്, ആത്മാവിന് ശക്തി കൂട്ടാനാണ്, ആത്മാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ആ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബികൾ വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചു. ഓരോന്നും ചോദിച്ചു. അവർ എന്തൊക്കെ കാണുന്നുവോ അതിനെക്കുറിച്ചൊക്കെ അവർ ചോദിച്ചു. കാരണം എന്താണെന്നറിയോ? അവർക്ക് ആ വിഷയത്തിൽ കേവലം ഒരു ശരീരത്തിൻ്റെ ഒരു വക്താവായി, ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരാളായി മാറരുത്. മറിച്ച് അറിഞ്ഞത് ചെയ്യണം. അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട്, ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം എന്നവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ചു. യസ്അലൂനക അനിൽ അഹില്ല, മാസപ്പിറവിയെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹ് മറുപടി പറഞ്ഞു കൊടുത്തു. മാസവും ദിവസവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവനെ ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട് സമയബന്ധിതമായി. അള്ളാഹ് പറഞ്ഞു കൊടുത്തു. യസ്അലൂനക അനിശ് ശഹ്രിൽ ഹറാം, പവിത്രമായ മാസങ്ങളെപ്പറ്റി ചോദിച്ചു. ആ മാസത്തിന്റെ ചില കാര്യങ്ങളൊക്കെ അവരറിയാനും അമൽ ചെയ്യാനുമുണ്ട്. യസ്അലൂനക അനിൽ ഹംറ് വൽ മൈസിർ, കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. ആയത്താണ്. ചോദിക്കുന്ന സമയത്ത് ഇറങ്ങുകയാണ്. പറ്റുമോ? വ്യാപകമായിരുന്നു, എല്ലാവരും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നവർ ചോദിച്ചു. യസ്അലൂനക അനിൽ യതാമ, ധാരാളം അനാഥകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനാഥകളെപ്പറ്റി നിന്നോട് അവർ ചോദിക്കുന്നു. അവരെ മുതൽ ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഒരു വീട്ടിൽ അനാഥക്കുട്ടി ഉണ്ടെങ്കിൽ അതല്ലാത്തവരുടെ സമ്പത്തും ഇവരുടെ സമ്പത്തും കൂട്ടിക്കലർത്താൻ പറ്റുമോ? എന്തൊക്കെ നിയമങ്ങൾ അറിയണമെന്ന് ചോദിച്ചു. യസ്അലൂനക അനിൽ മഹീൽ, ആർത്തവത്തെക്കുറിച്ച് ചോദിച്ചു. ഒരു പെണ്ണിന്റെ ആർത്തവ സമയം. അതുകൊണ്ട് ആ സമയത്ത് പെണ്ണിനുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ആ സമയത്ത് ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾ എന്തറിയണം, എന്ത് ചെയ്യണം? ആർത്തവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പുരുഷന്മാർക്കായിരുന്നു. അതൊരു പ്രയാസമുള്ള സമയമാണ്, ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പുരുഷന്മാരെ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ആ സമയത്ത് വിട്ടുനിൽക്കണം, ലൈംഗികമായ കാര്യമായി അവരുടെ സമീപിക്കരുത് എന്ന ആയത്തിറങ്ങി. യസ്അലൂനക അനിൽ അൻഫാൽ, യുദ്ധാർജിത സ്വത്തിനെ കുറിച്ച് ചോദിച്ചു. യുദ്ധം കഴിഞ്ഞാൽ ഒരുപാട് സ്വത്ത് ഇങ്ങോട്ട് കിട്ടുകയാണ്. ആ സ്വത്ത് നമുക്ക് പറ്റുമോ? എന്താണ് അതിൻ്റെ അവസ്ഥ? കിട്ടുന്ന സ്വത്തൊക്കെ വാരിക്കൂട്ടല്ല, മറിച്ച് അത് എന്താണ് ഞങ്ങൾ ആ യുദ്ധത്തിൽ കിട്ടുന്ന സ്വത്തിനെ കുറിച്ച് ചെയ്യേണ്ടതെന്ന കാര്യം അവർ ചോദിച്ചു. യസ്അലൂനക അനിൽ ദുൽഖർനൈൻ, ചരിത്രം അവർ പഠിക്കാൻ ശ്രമിച്ചു. ദുൽഖർനൈനിയെ കുറിച്ച് അവർ ചോദിച്ചു. യസ്അലൂനക അനിൽ ജിബാൽ, ഉയർന്നിരിക്കുന്ന വലിയ വലിയ പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളെക്കുറിച്ച് അവർ ചോദിച്ചു. യസ്അലൂനക അനിസ്സാഅ, അന്ത്യസമയത്തെക്കുറിച്ച് ചോദിച്ചു. അയ്യാന മുർസാഹ, അതിന്റെ ഡേറ്റും സമയം വരെ അവർ ചോദിച്ചു. അള്ളാഹ് കൊടുത്തു, മറുപടി കൊടുത്തു. അത് ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവരൊക്കെ ഒരേപോലെയാണ്, അള്ളാഹിന്റെ അടുക്കൽ മാത്രമാണ്. അങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്ന അവസാനം യസ്അലൂനക അനിർ റൂഹ്, അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഇതുവരെയുള്ളതൊക്കെ മറുപടി പറഞ്ഞു കൊടുത്തു. റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പം അള്ളാഹ് കൊടുത്ത മറുപടി, ഇനി ചോദിക്കണ്ട, നിർത്തണം, അവിടെ സ്റ്റോപ്പ് ചെയ്യണം. റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, മിൻ അംരി റബ്ബി കുലി റൂഹ് മിൻ അംരി റബ്ബി, ആ റൂഹ് എൻ്റെ റബ്ബിന്റെ മാത്രം അധികാരത്തിലും നിയന്ത്രണത്തിലും എൻ്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന ആയത്തിറങ്ങി. അപ്പോ റൂഹിനെ കുറിച്ച് അവർ ചോദിച്ചു. റൂഹ് റബ്ബിന്റെ നിയന്ത്രണത്തിൽ, റബ്ബിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. എങ്കിൽ സഹോദരങ്ങളെ, ആ റൂഹിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല റൂഹ് എന്ന പദം 21 തവണ പ്രയോഗിച്ചു. 21 തവണയാണ് റൂഹ് എന്ന വാക്ക് ഖുർആനിൽ വന്നത്. അത് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിലാണ് വന്നത്, ഒരേ അർത്ഥമല്ല. ഖുർആനിലെ എല്ലാ റൂഹ് എന്ന വാക്കിനും ആത്മാവ്, മനുഷ്യാത്മാവ് എന്നല്ല അർത്ഥം.
പ്രധാനമായും 5 അർത്ഥത്തിൽ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു എന്ന ഖുർആനിലെ ആയത്ത് സൂറത്ത് മുജാദിലയിലെ 22-ാമത്തെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അവനിൽ നിന്നുള്ള റൂഹ് കൊണ്ട് ശക്തി നൽകി എന്ന് പറഞ്ഞാൽ ആ റൂഹ് അൽ ഖുവ്വ വസ്സബാത്ത് വന്നസ്റ, അല്ലാഹു അവന്റെ ശക്തിയും അവൻ നൽകുന്ന സബാത്തും അവന്റെ സഹായവും ഒക്കെയാണ് ആ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സൂറത്ത് നബയിലെ സൂറത്ത് അമ്മയിലെ യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സഫാ, മലക്കുകളും റൂഹും അണിയണിയായി നിൽക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് ബിമഅനൽ മലക്കുൽ അളീം, ഒരു മലക്കിനെ കുറിച്ചാണ്. നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ഖുർആനുമായി ഇറങ്ങി എന്ന് പറഞ്ഞ ആ റൂഹ് ബിമഅന ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയാണ്. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ എന്ന സൂറത്ത് ശൂറയിലെ ആയത്ത് അവിടെ ഉദ്ദേശിച്ചത് വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിൻ, നമ്മുടെ കൽപ്പനയിൽ നിന്നുള്ള ഒരു ചില റൂഹ് നിന്നിലേക്ക് വഹിയായിട്ട് ഇറക്കി എന്ന് പറഞ്ഞപ്പോ വഹിയായി വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് ബിമഅനൽ വഹ്യി വൽ ഖുർആൻ, അവിടെ റൂഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം വഹിയും ഖുർആനുമാണ്. സൂറത്ത് നിസായിലെ 171-ാമത്തെ ആയത്തിൽ അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻ എന്ന് പറഞ്ഞ റൂഹ് ബിമഅന ഈസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം എന്നാണ് അവിടെ റൂഹിനർത്ഥം. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ 5 തവണ മാത്രമാണ് 21 തവണ റൂഹ് എന്ന വാക്ക് ഖുർആനിൽ വന്നപ്പോ 5 തവണയാണ് മനുഷ്യാത്മാവ്, മനുഷ്യന്റെ ആത്മാവ് എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. എന്തിനാണ് ഈ അറിവ്? ഈ അറിവുകൾ നമുക്ക് ആത്മാവിന് ബലം കൂട്ടാൻ നമ്മളെ സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് റൂഹിനെ ഇട്ടു. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കണത് റൂഹുള്ളതുകൊണ്ടാ. റൂഹ് പോയാൽ നമുക്കിരിക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. റൂഹ് പോയാൽ നമുക്ക് നമ്മളെയാക്കി മാറ്റുന്നത് റൂഹാണ്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നാണ് റൂഹിനെ ഇട്ടത്? ഡേറ്റ് അറിയില്ല, സമയം അറിയില്ല, രാവിലാണോ പകലിലാണോ എന്നറിയില്ല, നമ്മളെ ഉമ്മ നടക്കുമ്പോഴാണോ ഉറങ്ങുമ്പോഴാണോ എന്നറിയില്ല. എന്നാൽ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ ഈ ശരീരത്തിലേക്ക് അള്ളാഹു റൂഹിനെ ഇട്ട ഡേറ്റോ സമയമോ നേരമോ സന്ദർഭമോ നമുക്കറിയില്ല എങ്കിൽ ഈ ആത്മാവിനെ ഊരിയെടുക്കുന്ന സമയവും നമുക്കറിയില്ല. രാവിലായിരിക്കോ പകലിലായിരിക്കോ, യാത്രയിലായിരിക്കുമ്പോ, ഉറക്കിലായിരിക്കോ, നടത്തത്തിലായിരിക്കോ, കടലിലായിരിക്കോ, കരയിലായിരിക്കോ, ഏത് സന്ദർഭത്തിൽ റൂഹിനെ എടുക്കുമെന്നും നമുക്കറിയില്ല. ഇത് നമുക്ക് നൽകുന്നൊരു ചിന്തയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു പറയാ, റസൂലുള്ളാഹി പറയാണ് ഹദീസിൽ, 40 ദിവസം നുത്ഫത്തായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 40 ദിവസം നുത്ഫത്തായിട്ട് നമ്മുടെ ആദ്യത്തെ ഘട്ടം ബീജമായിട്ട് അവിടെയുണ്ട്. തുമ്മ യക്കൂന അലക്കത്തൻ മിസ്ല ദാലിക, അതേപോലെ 40 ദിവസം അലക്കത്തായി ഭ്രൂണമായി ഉമ്മയുടെ ഗർഭപാത്രത്തിലുണ്ട്. തുമ്മ യക്കൂന മുദഅത്തൻ മിസ്ല ദാലിക, അതേപോലെ തന്നെ മാംസപിണ്ഡമായി അത്രയും ദിവസം ഉമ്മയുടെ ഗർഭപാത്രത്തിലുണ്ട്. തുമ്മ യബ്അസുല്ലാഹു മലക്കൻ, പിന്നെ അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കും. ഫയുമറു ബിഅർബഅ കലിമാത്തിൻ, 4 കാര്യങ്ങൾ ആ മലക്കുകളോട് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പനയോടെ മലക്കിനെ അള്ളാഹ് നിയോഗിക്കും. വയുഖാലു ലഹു, ആ മലക്കിനോട് പറയപ്പെടും, ഉക്തുബ് അമലഹു, അവന്റെ അമലി എഴുതണം. വരിസ്ഖഹു, അവന്റെ ഉപജീവനം എഴുതണം. വഅജലഹു, അവന്റെ ആയുസ് എഴുതണം. വശഖിയ്യുൻ ഔ സഈദുൻ, ഭാഗ്യമുള്ളവനാണോ നിർഭാഗ്യവാനാണോ എന്ന് എഴുതണം. സുമ്മ യുൻഫഖു ഫീഹി റൂഹു, പിന്നീട് ആ മാംസപിണ്ഡത്തിലേക്ക് അല്ലാഹു അവന്റെ റൂഹിനെ ഊതപ്പെടുകയാണ് എന്ന് റസൂൽ പറയാ. എന്തിനാണ് ഈ അറിവ് തന്നത്? ഫഇന്ന റജുല മിൻകും ലയഅമലു ഹത്താ മാ യകൂനു ബൈനഹു വബൈനൽ ജന്നത്തി ഇല്ലാ ദിറാ, ഒരു മനുഷ്യൻ അമൽ ചെയ്തുകൊണ്ടിരിക്കും, അവനും സ്വർഗത്തിനുമിടയിൽ ഒരു മുഴം മാത്രമേ അകലുള്ളൂ. ഫയസ്ബിഖു അലൈഹി കിതാബഹു, അപ്പോൾ അവന്റെ ഗ്രന്ഥം അവൻ അതിജയിക്കും. ഫയഅമലു ബിഅമലി അഹ്ലി നാർ, അവൻ നരകത്തിന്റെ അമലുകാരനായിട്ട് മാറും. വയഅമലു ഹത്താ മാ യകൂനു ബൈനഹു വബൈനൻ നാരി ഇല്ലാ ദിറ, ഒരു മനുഷ്യൻ
അവനും നരകത്തിനുമിടയിൽ ഒരു മുഴം അകലം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, ആ മനുഷ്യൻ അവന്റെ കിതാബ് അതിജയിക്കപ്പെടുകയും അവന് സ്വർഗക്കാരനായി മാറ്റപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും നരകത്തിനും ഇടക്ക് സഹോദരങ്ങളെ നമുക്കൊക്കെ കുറച്ച് സമയവും നേരവും സന്ദർഭമൊക്കെ ഉള്ളൂ. നമ്മൾ സ്വർഗത്തിലേക്ക് വേണ്ട കുറേ അമലുകൾ ഇങ്ങനെ ചെയ്ത് ജീവിച്ച് അവസാനം ആഖിബത്ത് മോശമാകുമ്പോൾ റൂഹിനെടുക്കുന്ന സമയം മോശമായാൽ നരകത്തേക്കെത്തി. ഒരു മനുഷ്യൻ കുറേ കാലം മോശപ്പെട്ടവനായി ജീവിച്ച് അവന് നരകത്തിലേക്കാണ്. അള്ളാഹു അവന്റെ പ്രത്യേകമായ തൗഫീഖ് കൊണ്ടൊരു മനുഷ്യനെ ആ ഒരു ചാൺ അകലത്തിൽ വെച്ച് അള്ളാഹു അവന്റെ കിതാബ് മാറ്റപ്പെടും, അവൻ സ്വർഗക്കാരനായിട്ട് മാറും. കാരണം അവൻ ആഖിബത്ത് നന്നായി കിട്ടും. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനം നമ്മുടെ ആത്മാവിനെ പിടിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്ത് എന്നതാണ്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദാ ഖലഖൽ ഇൻസാന മിൻ ഖീൻ. സൂറത്ത് സജ്ജദ അല്ലാഹ് പറയാ, അല്ലാഹ് ആരാണ്? താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും വിശിഷ്ടമാക്കിയവനാണ്. വബദാ ഖലഖൽ ഇൻസാന മിൻ തീൻ, മനുഷ്യ സൃഷ്ടിപ്പ് മണ്ണ് കൊണ്ട് അവൻ ആരംഭിച്ചു. തുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, പിന്നെ ആദമിന്റെ സന്താന പരമ്പരകൾ മക്കളെ പിന്നെ അവൻ നിസ്സാരമായൊരു വെള്ളത്തിൽ നിന്നും അവൻ ഉണ്ടാക്കി. തുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി, പിന്നെ അവനെ ശരിപ്പെടുത്തിയിട്ട് അവന്റെ റൂഹിൽ നിന്ന് അവന് ഊതപ്പെടുകയും ചെയ്തു, ഊതി. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കണ്ണും കാതും ഹൃദയവും അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു. പക്ഷേ ഖലീലം മാ തഷ്കുറൂൻ, നന്ദി കാണിക്കുന്നവൻ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. മനുഷ്യന് ആത്മാവിനെ ഊതിയ വിഷയം അല്ലാഹ് വീണ്ടും ഖുർആനിൽ പറയുന്നത് കാണാം. ഫഇദാ സവ്വയ്തുഹു വനഫഖതു മിൻ ഫീഹി മിർ റൂഹി, അവനെ നാം ശരിപ്പെടുത്തുകയും എൻ്റെ ആത്മാവിനെ അവനിൽ ഊതുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിനെ ഊരിയെടുക്കുന്ന സമയം ഏത് സമയത്തെപ്പോൾ എങ്ങനെ നമുക്കറിയില്ല. ശരീരത്തിന് ബലം കൂട്ടാൻ ഓടുന്ന സമയത്താകാം, ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കായിക പ്രകടനങ്ങളിൽ അഭ്യാസങ്ങൾ ഏർപ്പെടുന്ന സമയമാകാം. എത്രയെത്ര ആളുകളാണ് അങ്ങനെ മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ആത്മാവിനെ ഊരിയെടുക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമാകണമെങ്കിൽ നമ്മുടെ ആത്മാവ് ബലമുള്ളതാകണം. അള്ളാഹ് ഖുർആനിൽ ആത്മാവിനെ ഊരിയെടുക്കുന്ന സന്ദർഭങ്ങളും സമയങ്ങളും എന്തിനാണ് അള്ളാഹ് ആവർത്തിച്ച് പറഞ്ഞത്? വന്നാസിആതി ഖർഖാ, വേനൽക്കാലത്ത് ഉണങ്ങിയ കുളത്തിൽ ചളി, ആ ചളി ഇടയ്ക്ക് മറിച്ച് മത്സ്യം പിടിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വന്നാസിആതി ഖർഖാ, അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മാവിനെ നിർദ്ദയം ഒരു ദയയുമില്ലാതെ ഊരിയെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. അങ്ങനെ ആയിരിക്കോ നമ്മൾ ആത്മാവിനെ ഊരിയെടുക്കുക? മുഖത്തും പുറത്തും അടിക്കും, അഖ്രിജു അൻഫുസ, ഇങ്ങോട്ടെടുക്കടാ എന്ന് പറഞ്ഞെടുക്കുന്ന അവസ്ഥയായിരിക്കുമോ? നമ്മൾ ചിന്തിക്കണം. ഏതായിരുന്നാലും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, അങ്ങനെ ഒരു സന്ദർഭം നമ്മളൊക്കെ രുചിക്കും. അറിയാതെ പോകൂല, അറിയാതെ ഒരാളും രക്ഷപ്പെടൂല. ആത്മാവിനെ അള്ളാഹ് ഇട്ടിട്ടുണ്ടോ അത് തിരിച്ചെടുക്കന്നെ ചെയ്യും അതിന്റെ സമയമായാൽ. റസൂൽ പറയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇ മിനദ് ദുനിയ വ ഇഖ്ബാലിൽ ആഖിറ, ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ ഇദാ കാന ഫി ഇൻഖിതാഇ മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് അവൻ മുറിയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ബന്ധങ്ങളൊക്കെ മുറിച്ചു പോവുകയാണ്, മരിക്കുന്ന സമയം. വ ഇഖ്ബാലു മിനൽ ആഖിറ, ആഖിറത്തിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭം റസൂൽ വിശദീകരിക്കുകയാണ്. ആ സന്ദർഭം എപ്പോഴാ? ആത്മാവിനെ ഊരിയെടുക്കണ ഘട്ടം സമയം പറയാണ്. റസൂൽ പറയാണ്, മലക്കുകൾ വരും. ദീർഘമായ ഹദീസാണ്. മലക്കുകൾ വരും. ആ മലക്കുകളെ കൈകളിൽ കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫൻ പുടവയുണ്ടാകും. ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധമുണ്ടാകും ആ മലക്കുകളെ കയ്യിൽ. സുമ്മ ജഅൽ മലക്കുൽ മൗത്ത്, പിന്നീട് ലാസ്റ്റാണ് മലക്കുൽ മൗത്ത് വരുന്നത്. എന്നിട്ടാണ് ആത്മാവിനെ എടുക്കുന്നത്. കാരണം ആ മലക്കിനെയാണ് ഏൽപ്പിച്ചത്. അസ്രായീൽ എന്നുള്ള വാക്ക് ഖുർആനിലും ഹദീസിലും ഒന്നുമില്ല, അത് നമ്മളുണ്ടാക്കിയതാ. ജിബിരിയിൽ, മീകായിൽ, ഇസ്രാഫീലൊക്കെ ഉണ്ട്. അസ്രായീലില്ല, നമ്മളുണ്ടാക്കിയതാ. മലക്കുൽ മൗത്ത് എന്നാ പേര്. മലക്കുൽ മൗത്ത് യതവഫാക്കും സുമ്മ വുക്കില ബിക്കും,
മരിക്കാൻ മരണത്തിന്റെ ചാർജ് കൊടുത്ത മലക്ക്, അതാണ് ആ മലക്ക് വരും. എന്നിട്ട് റൂഹിനെടുക്കും. എന്നിട്ട് നല്ല മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ കഫനുമിൻ അക്ഫാനിൽ ജന്ന, ഈ ആത്മാവിനെ കഫൻ ചെയ്യാണ്. സഹോദരങ്ങളെ, ഈ ശരീരം മാത്രമാണ് കഫൻ ചെയ്യപ്പെടുന്നതെന്ന് ആരും വിചാരിക്കണ്ട. നമ്മൾ ഈ ശരീരം, നമ്മളൊരാൾ മരിച്ചാൽ നന്നായിട്ട് കുളിപ്പിക്കണം. കുളിപ്പിച്ചിട്ട് വസ്വാസ ചില ആൾക്കാർക്ക് തീരൂല. എത്ര സമയാ കുളിപ്പിക്കുക. സോപ്പ് തേച്ച്, താളി തേച്ച്, കർപ്പൂരം, വെള്ളം ചേർത്ത്, ഏറ്റവും നല്ല മുന്തിയ 3 കഷ്ണം തുണി, അങ്ങനെ കഫൻ പുടവയിൽ ഈ ശരീരം കഫൻ ചെയ്യും. ശരീരം മാത്രമാണോ? അല്ല, ആത്മാവും കഫൻ ചെയ്യപ്പെടുക. ഈ ആത്മാവിനെ മലക്കുകൾ കഫൻ ചെയ്യും. ആ മലക്കുകളെ കയ്യിലുണ്ട് കഫൻ പുടവ, സ്വർഗത്തിലെ കഫൻ പുടവ, സ്വർഗത്തിലെ സുഗന്ധം. എന്നിട്ട് ആത്മാവുമായിട്ട് അവർ തിരിച്ചു പോകും. സുദീർഘമായ ഹദീസ. ആ ആത്മാവ് സഹോദരങ്ങളെ ബലമുള്ള ആത്മാവാകണം, ആരോഗ്യമുള്ള ആത്മാവാകണം. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതറിയണം, പഠിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മനിയന്ത്രണം എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നിയന്ത്രിക്കലാണ്. പക്ഷെ ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുകയാണ്. 2 കോഴിമുട്ടയ്ക്ക് വേണ്ടി അങ്ങാടിയിൽ കലഹങ്ങളുണ്ടായി കൊലപാതകങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആരോഗ്യമുള്ള ആത്മാവിൻ്റെ ഉടമകളായി മാറണമെങ്കിൽ അള്ളാഹും റസൂലും എന്തൊക്കെയാണ് ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം. ശരീരം എത്ര ദുർബലമായാലും, നമ്മൾ എത്ര ക്ഷീണിച്ചാലും നമ്മളെ ആത്മാവിന് ക്ഷീണം പറ്റരുത്. നമ്മളെ ശരീരം എത്ര ദുർബലമായാലും ആത്മാവിന് ദുർബലാവസ്ഥ ഉണ്ടാകരുത്. നമുക്കെത്ര പ്രായം കൂടിയാലും എത്ര വയസ്സായാലും ആത്മാവിന് വാർദ്ധക്യമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിനെന്താ വേണ്ടത്? ആത്മാവിന് ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പഠിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ഖുതുബ മുതൽ ഈ വിഷയം ഇൻഷാ അല്ലാഹ് പറയും. ആത്മാവിന് ബലം കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ ആരോഗ്യമുള്ളവൻ, എത്ര ആരോഗ്യമുള്ളവനായിരുന്നാലും ആത്മാവ് ദുർബലമായാൽ, ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പള്ളിയിൽ നേരത്തെ വരിക, ഖുതുബ കേൾക്കാൻ, കാര്യങ്ങൾ പഠിക്കാൻ. ഇവിടെ ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലല്ലോ പറയണത്. നമ്മളാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മളെ മക്കൾക്ക് നമ്മളെ വേണം, വാപ്പാക്ക് വേണം, ഉമ്മാക്ക് വേണം, നാട്ടുകാർക്ക് വേണം, കമ്മിറ്റിക്ക് വേണം, ആൾക്കാർക്കൊക്കെ നമ്മളെ വേണം. ആത്മാവ് പോയാൽ, കാണാത്ത ആ സാധനം പോയാൽ പിന്നെ ആർക്കും വേണ്ട. അതുകൊണ്ട് നമ്മളെയൊക്കെ നമ്മളാക്കുന്ന ആ ഒരു വസ്തുവിനെ, ആത്മാവിനെ, അത് എങ്ങനെ നമ്മൾ വളർത്തിയെടുക്കണം, എങ്ങനെ നമ്മൾ അതിന് ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ ആത്മാവ് എന്നും യുവത്വത്തിൽ നിൽക്കുക, എന്നും ആരോഗ്യമുള്ള ആത്മാവായിട്ട് മാറുക. സ്വർഗത്തിലെ കഫൻ പുടവകളുമായി വന്ന് മലക്കുകൾ കഫൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാത്മാവ് നമ്മളെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന ആത്മാവാകണം. അതിന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ചില കാര്യങ്ങൾ അറിയണം, പഠിക്കണം, അത് പ്രകാരം അമൽ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബ മുതൽ ആ കാര്യങ്ങൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യട്ടെ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബം
അള്ളാഹു സമാധാനപൂർണ്ണമുള്ള കുടുംബമാക്കി തരട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ ജോലിയിലും, നമ്മുടെ മഈശത്തിന്റെ മാർഗത്തിലുമെല്ലാം നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോയ മുഴുവൻ തെറ്റുകളും പൊറുക്കപ്പെട്ട് മായ്ക്കപ്പെട്ട് ശുദ്ധമായ സമാധാനപൂർണ്ണത്തോടെ മടങ്ങാൻ സാധിക്കുന്ന ആത്മാവുകളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മാവുകളെ മാറ്റി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ച് എങ്ങനെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിലും ഈമാൻ കിട്ടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اعتق رقابنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.